How are you? What day is today? ഇന്ന് ഏതാ ദിവസം? Today is Monday അല്ലേ? തിങ്കളാഴ്ചയാണ് ഇന്ന്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം വിഷ് ചെയ്യാണ്. എല്ലാരും ക്ലാസ് കാണാൻ റെഡി ആയിരിക്കുന്നില്ലേ? എല്ലാരും ക്ലാസ് കാണാൻ റെഡി ആയിരിക്കുന്നുണ്ട്. രാവിലെ എണീറ്റു, ബ്രഷ് ചെയ്തില്ല, എല്ലാവരും പല്ല് തേച്ചില്ലേ? പല്ല് തേച്ചു, കുളിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് അല്ലെ? ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല എല്ലാരും. അപ്പൊ നമ്മളെ ക്ലാസ് കാണാൻ റെഡി ആയിരിക്കണം. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ചതൊക്കെ എല്ലാരും വായിച്ചു നോക്കിയോ? എല്ലാരും വായിച്ചു നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഉറക്കെ വായിക്കണം. വായിച്ചാലേ ഇനി വലിയ കുട്ടികളാവുള്ളൂ. വായിച്ചാലും എഴുതിയാലേ വലിയ കുട്ടികളാവുള്ളൂ. ഇനി UKG ക്ലാസ്സിലേക്ക് ഒക്കെ പോവാനുള്ളതാണ്. അപ്പൊ എഴുതിയാലും വായിച്ചാലും മാത്രമേ UKGയിലേക്ക് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പൊ എല്ലാരും നന്നായിട്ട് വീട്ടിൽ നിന്ന് എഴുതണില്ലേ? എഴുതും ചെയ്യാ, വായിക്കുകയും ചെയ്യാം. പിന്നെ നമ്മളെ നോട്ട് ബുക്കിലൊക്കെ എഴുതും ചെയ്യാം കേട്ടോ എല്ലാവരും. ഇന്ന് നമ്മളിപ്പോ ടീച്ചർ ഇന്ന് എന്തിനെ പറ്റിയാണ് പറയുന്നത്? ഇന്ന് നമുക്ക് ചുറ്റുപാടും കാണുന്ന കുറച്ച് പ്രാണികളെ പറ്റിയിട്ടാണ് ടീച്ചർ ഇന്ന് പറയുന്നത്. പ്രാണികൾ എന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രാണികൾ അല്ല, എന്ന് പറഞ്ഞാൽ ചില പ്രാണികള് എന്ത് ചെയ്യും? നമ്മളെ കടിക്കുന്ന പ്രാണികൾ ഉണ്ടാവും അല്ലെ? കടിച്ചാൽ നല്ല വേദനയുള്ള പ്രാണികൾ. അതേമാതിരി ചില പ്രാണികൾ നമ്മളെ ബ്ലഡ് ഊറ്റി കുടിക്കുന്ന, രക്തമൊക്കെ വലിച്ചെടുക്കുന്ന പ്രാണികൾ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് പ്രാണികളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. പ്രാണികൾക്ക് പ്രാണികൾക്ക് ചിറകുകൾ ഉണ്ടാവും. എന്നാൽ ചില പ്രാണികൾക്ക് എന്തുണ്ടാവില്ല? ചിറകുകൾ ഉണ്ടാവില്ല. അപ്പൊ പ്രാണികളെ നമ്മള് ഇൻസെക്ട്സ് എന്നാണ് പറയാ. എന്താ പറയാ? ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാല് പ്രാണികളാണ് കേട്ടോ. അപ്പൊ പ്രാണികൾക്ക് 6 legs ആണ്. എത്ര കാലുകളുണ്ട്? 6 കാലുകളുള്ള ജീവികളാണ് പ്രാണികൾ. ഓക്കെ, നമുക്കപ്പൊ ആദ്യം തന്നെ നമ്മളെ ചുറ്റുപാടും കാണുന്ന ഒരു പ്രാണിയാണ്. നിങ്ങൾ ചിത്രത്തിലേക്ക് നോക്കി ഇത് ഏത് പ്രാണിയാണെന്ന് നമുക്കറിയാം. ഈച്ചയാണ്. ഈച്ചയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈച്ച. നമ്മളെ ചുറ്റുപാടും പറന്ന് നടക്കുന്ന ഒരു ജീവിയുടെ എല്ലാ സ്ഥലങ്ങളിലും കാണാം ഈ ജീവിനെ അല്ലെ? ഈ ഇൻസെക്ട്സിനെ, ഈ പ്രാണിനെ എല്ലാ ഭാഗത്തും പറന്ന് നടക്കുന്ന ഒരു പ്രാണിയാണ് ഏത്? ഹൗസ് ഫ്ലൈ എന്ന് പറയുന്നത്. അത് നമുക്ക് എന്ത് പരത്തും? അസുഖങ്ങൾ പരത്തുന്ന ഒരു ജീവി കൂടിയാണ് ഹൗസ് ഫ്ലൈ ഇല്ലേ? നമുക്ക് അസുഖങ്ങൾ പരത്തി തരുന്ന ഒരു ജീവിയാണ്. എന്ന് പറഞ്ഞാല് നമ്മള് ഭക്ഷണ സാധനങ്ങളൊക്കെ തുറന്നു വെച്ചാൽ ഭക്ഷണ സാധനത്തിന്റെ ഉള്ളിൽ വന്നിരിക്കും. ആ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ അത് അറിയാണ്ട് എടുത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പല അസുഖങ്ങളും വരും അല്ലെ? ഈ ഹൗസ് ഫ്ലൈ ഒക്കെ ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ നമുക്ക് പല അസുഖങ്ങളും വരും. അപ്പൊ അസുഖം പരത്തുന്ന ഒരു ജീവിയാണ് ഏത്? ഹൗസ് ഫ്ലൈ, ഈച്ച എന്ന് പറയുന്നത്. അപ്പൊ ഭക്ഷണ സാധനങ്ങൾ എല്ലാവരും മൂടി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ച ആദ്യത്തെ ഇൻസെക്ട്സിന്റെ പേരെന്താണ്? ഹൗസ് ഫ്ലൈ. ഈ ഹൗസ് ഫ്ലൈ നമുക്ക് സ്പ്രെഡ് ഡിസീസസ്, അസുഖങ്ങൾ പരത്തുന്ന ഒരു ജീവി കൂടിയാണ്, ഒരു ഇൻസെക്ട്സ് ആണ് ഹൗസ് ഫ്ലൈ. അപ്പൊ നമ്മൾ ഹൗസ് ഫ്ലൈ പഠിച്ചു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ആൻഡ്. ഇത് നമ്മൾ പഠിച്ചതാണല്ലേ? ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾ പറയുന്നുണ്ടാവും എന്താണ് ആൻഡ് എന്ന് പറഞ്ഞാൽ? ഉറുമ്പാണ്. ഉറുമ്പിന് എന്തില്ല? ചിറകുകളില്ലാത്ത ഒരു ഇൻസെക്ട്സ് ആണ് ആൻഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ആൻഡ് ഉറുമ്പ് നമ്മളെ വന്ന് കടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല വേദനയും ചൊറിച്ചിലും ഉണ്ടാവും അല്ലെ? ആൻഡ് കടിച്ചാല് നമ്മൾ മധുരങ്ങളൊക്കെ താഴെ ഇട്ടാൽ അല്ലെങ്കിൽ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ താഴെ വീണ് കഴിഞ്ഞാൽ അവിടെയൊക്കെ എന്ത് വരും? ഒരുപാട് ആൻഡ് വരൂല? ഉറുമ്പുകൾ കൂട്ടം കൂടി വരും. അത് നമ്മളെ കടിക്കും ചെയ്യും നന്നായിട്ട്. ഈ പല കളറുകളിലുള്ള തവിട്ട് നിറത്തിലും ബ്ലാക്ക് നിറത്തിലും ഒക്കെ ഉള്ള ഉറുമ്പുകളെ നമുക്ക് കാണാം. ചിലത് നല്ല സ്മോൾ ആയിരിക്കും, നല്ല ചെറുതായിരിക്കും. ചിലത് അതിനേക്കാളും കുറച്ചൊത്തിരിയും കൂടി വലിപ്പമുള്ളത്. അങ്ങനെ പല വലിപ്പത്തിൽ വ്യത്യാസങ്ങളുള്ള ആന്റുകളെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ആന്റിന് എന്തില്ല? ചിറകില്ല. എന്നാൽ ഹൗസ് ഫ്ലൈക്ക് ചിറകുണ്ട്. ആന്റിന് ചിറകുകൾ ഇല്ല. മീൻസ് ഇല്ലാത്ത ഒരു ഇൻസെക്ട്സ് ആണ് ആൻഡ്. അപ്പൊ നമ്മൾ ആൻഡും പഠിച്ചു കേട്ടോ. ഇനി നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് എന്താണ്? നല്ല ഭംഗിയുള്ള നല്ല ചിറകുകളൊക്കെ ഇട്ട് ഇങ്ങനെ വീശി പറന്ന് നടക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ഏതാണ്? ബട്ടർഫ്ലൈ, പൂമ്പാറ്റ. എല്ലാവർക്കും ഇഷ്ടമാണല്ലേ? നല്ല കളറില്ല, പല കളറിൽ. എന്തൊക്കെ കളറുകളിലുണ്ടാവുക? വൈറ്റ് കളറിലുണ്ടാവും, ബ്ലാക്ക് ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും, യെല്ലോ കളറിലുണ്ടാവും. കാണുമ്പോ തന്നെ എന്ത് ഭംഗിയല്ലേ? നല്ല ഭംഗിയുള്ള ഒരു ഇൻസെക്ട്സ് ആണ് ആര്? ബട്ടർഫ്ലൈ എന്നുള്ള പറയുന്നത്. നല്ല ഭംഗിയുള്ള ചിറകുകളിൽ, അതേമാതിരി തന്നെ ചിറകുകളിൽ പലതരത്തിലുള്ള പുള്ളികളൊക്കെ ആയിട്ടുള്ള ബട്ടർഫ്ലൈനെ നമുക്ക് കാണാൻ പറ്റും. എവിടെയാണ് നമ്മൾ ബട്ടർഫ്ലൈനെ കാണുക? നമ്മളെ ചുറ്റുപാടും പറന്ന് നടക്കുന്നത് കാണാം. പിന്നെ പൂക്കളിലൊക്കെ തേൻ കുടിക്കാൻ വരുന്ന ഒരു ഇൻസെക്ട്സും കൂടിയാണ് ആര്? ബട്ടർഫ്ലൈ എന്ന് പറയുന്നത് അല്ലെ? ബട്ടർഫ്ലൈ പൂക്കളിലൊക്കെ തേൻ കുടിക്കാൻ വരുന്ന ഒരു ഇൻസെക്ട്സും കൂടിയാണ് ബട്ടർഫ്ലൈ. അപ്പൊ നല്ല ഭംഗിയുള്ള ചിറകുകളുള്ള ഒരു ഇൻസെക്ട്സ് ആണ് ബട്ടർഫ്ലൈ. അപ്പൊ നമ്മൾ ബട്ടർഫ്ലൈ പഠിച്ചു അല്ലെ? ഇനി വരുന്നത് ആരാണ്?
ഗ്രാസ് ഹോപ്പർ ആണ്. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? അതിന്റെ കളർ എന്താണ്? കാണുമ്പോ തന്നെ അറിയാം. അതിന്റെ കളർ എന്താണ്? പച്ച കളറില, ഗ്രീൻ കളറിലുള്ള ഒരു ഇൻസെക്ട്സ് ആണ് ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത്. തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ഗ്രാസ് ഹോപ്പർ. കണ്ടില്ല, അതിന്റെ കളർ എന്താണ്? ഗ്രീൻ കളറിലാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ഗ്രീൻ കളറിലാണ് ഉണ്ടാവുക. ഗ്രാസ് ഹോപ്പർ എന്ന് പറഞ്ഞാൽ പുൽച്ചാടി, പുല്ലുകളിലൊക്കെ ഇങ്ങനെ ചാടി ചാടി നടക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ഗ്രാസ് ഹോപ്പർ. ചില സമയങ്ങളിൽ കാണാം നമ്മളെ വീടിന്റെ ഉള്ളിലേക്കൊക്കെ, ഉള്ളിൽ നിന്നും ചിലപ്പോൾ നമ്മളിതിനെ കാണലുണ്ട്, പുൽച്ചാടി എന്ന് പറയുന്നത്. എന്തിനാ ഈ പുൽച്ചാടിനെ നമ്മൾ എന്താ പറയാ? ഗ്രാസ് ഹോപ്പർ എന്ന് പറയും. ഈ ഇൻസെക്ട്സ് തുള്ളിച്ചാടി നടക്കുന്ന ഒരു ഇൻസെക്ട്സ് കൂടിയാണ്. അപ്പൊ ഗ്രാസ് ഹോപ്പർ നമ്മൾ പഠിച്ചു. ഇനി വരുന്നത് അടുത്ത ഇൻസെക്ട്സ് ഏതാണ്? നമുക്കറിയാം ഏതാണ്? നമ്മുടെ ശരീരത്തിലൊക്കെ ബ്ലഡ് കുത്തിയിട്ട് നമ്മളെ ബ്ലഡ്, മനുഷ്യരക്തം വലിച്ചു കുടിക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ഏത്? കൊതുക് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മോസ്കിറ്റോ. എന്താണ്? മോസ്കിറ്റോ. മോസ്കിറ്റോ പിന്നെ എന്തും കൂടി പരത്തും, ഹൗസ് ഫ്ലൈ പരത്തുന്ന മാതിരി ഡിസീസസ് പരത്തുന്ന, അസുഖങ്ങൾ പരത്തുന്ന ഒരു ഇൻസെക്ട്സും കൂടിയാണ് ആര്? മോസ്കിറ്റോ എന്ന് പറയുന്നത്. അപ്പൊ മോസ്കിറ്റോന്റെ ഫുഡ് എന്താണ്? നമ്മുടെ രക്തം, നമ്മുടെ ബ്ലഡ്, മനുഷ്യരക്തം വലിച്ച് കുടിക്കുന്ന, അല്ലെ? അതിന്റെ കൊമ്പ് കൊണ്ട് കാണാല്ലേ, നമ്മളെ കൈമലൊക്കെ വന്നിരുന്ന് നമ്മളെങ്ങനെ കുത്തിക്കഴിഞ്ഞാൽ നമ്മളെ ബ്ലഡ് വലിച്ചു കുടിക്കും. അപ്പൊ നമുക്ക് എന്തുണ്ടാവും? നല്ല ചൊറിച്ചിലുണ്ടാവുന്നു. അപ്പൊ നമ്മൾ അതിനെ അടിച്ചു കൊല്ലും ചെയ്യില്ല. അപ്പൊ അങ്ങനത്തെ ഒരു മനുഷ്യരക്തം വലിച്ചു കുടിക്കുന്ന ഒരു ഇൻസെക്ട്സും കൂടിയാണ് മോസ്കിറ്റോ. ഡിസീസസ് സ്പ്രെഡ് ചെയ്യുക, അസുഖങ്ങൾ പരത്തുന്ന ഒരു ഇൻസെക്ട്സും കൂടിയാണ് മോസ്കിറ്റോ. അപ്പൊ നമ്മള് മോസ്കിറ്റോയും പഠിച്ചു. അടുത്തത് നമ്മൾ എന്താ പഠിക്കുന്നത്? ബെഡ് ബഗ്. ബെഡ് ബഗ് എന്ന് പറഞ്ഞാല് മൂട്ടയ്ക്കാണ് നമ്മൾ എന്ത് പറയാ? ബെഡ് ബഗ്. നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ബെഡ്, ഇതും അതേമാതിരി തന്നെ ബെഡിലൊക്കെ ഉണ്ടാവും. മനുഷ്യരക്തം വലിച്ചു കുടിക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ബെഡ് ബഗ് എന്ന് പറഞ്ഞ മൂട്ട. ബെഡിലൊക്കെ ഉണ്ടാവും. നമ്മൾ കിടക്കണ ഭാഗത്തൊക്കെ എന്തുണ്ടാവും? ഈ മൂട്ട ഉണ്ടാവും. നമ്മളെ വീടുകളിൽ ഉണ്ടാവില്ല. നമ്മൾ ടീച്ചർ പറഞ്ഞില്ല, ഹോസ്പിറ്റലുകളിലൊക്കെ പോയാൽ അവിടെ ബെഡുമലൊക്കെ ഇങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ കൂടെ കോരുകയും അങ്ങനെ തുണിമലൊക്കെ പറ്റി പിടിച്ചു വന്ന് നമ്മളെ വീടുകളിലേക്ക് വന്നാൽ നമ്മളെ വീടുകളിൽ എന്തുണ്ടാവും? അത് കിടക്കുന്നിടത്തൊക്കെ പകരും. അപ്പൊ മനുഷ്യരക്തം ഊറ്റി കുടിക്കുന്ന വേറൊരു ഇൻസെക്ട്സ് ആണ് ബെഡ് ബഗ് എന്ന് പറയുന്നത്. ഇനി വന്നിട്ട് കോക്രോച്ച് നോക്കാം. അടുത്ത ചിത്രത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? കോക്രോച്ച് ആണ്. പാറ്റ, കൂറ എന്നൊക്കെ നമ്മൾ പറയില്ലേ, അതിനെയാണ് നമ്മൾ എന്ത് പറയാ? കോക്രോച്ച്. കൂറയ്ക്ക് നമ്മൾ പറയുന്ന പേരാണ് പാറ്റ, കൂറ. അതിനെ പറയുന്ന പേരാണ് കോക്രോച്ച് എന്ന് പറഞ്ഞാല്. നമുക്കറിയാം നമ്മളെ വീടുകളിലൊക്കെ പെട്ടീന്റെ ഉള്ളിൽ, അല്ലെ അടുക്കളയിൽ, കിച്ചണിലൊക്കെ ഭാഗത്തൊക്കെ ഈ കോക്രോച്ചിനെ നമുക്ക് കാണാൻ പറ്റും. അത് ഏത് കളറിലാണ്? തവിട്ട് നിറത്തിലാണ് ഉണ്ടാവുക, അല്ലെ? ഇത്തിരി വലിയൊരു ഇൻസെക്ട്സ് ആണ് കോക്രോച്ച്. അതിന് നന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പറക്കാൻ കഴിയും. അപ്പോ ഈ ഇൻസെക്ട്സിനെ പറയുന്ന പേരാണ് കോക്രോച്ച്, അല്ലെ? ഇതിന്റെ കളർ ഏതാണ്? തവിട്ട് നിറമാണ്. അപ്പൊ നമ്മള് കോക്രോച്ച് പഠിച്ചു, അല്ലെ? കോക്രോച്ച് എന്ന് പറഞ്ഞാല് പാറ്റയാണ്. ഇനി വരുന്ന ഇൻസെക്ട്സ് ആണ് ബീ. ബീ എന്ന് പറഞ്ഞാൽ എന്താണ്? കാണുമ്പോ തന്നെ നിങ്ങൾക്ക് അറിയാം, ചിറകുകളൊക്കെ ഉള്ള പറന്ന് നടക്കുന്ന, പൂക്കളിലൊക്കെ വന്ന് തേൻ കുടിച്ചിട്ട് തേന് കളക്ട് ചെയ്യണ, തേൻ ശേഖരിക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ് ഹണി ബീ. തേനീച്ച, അല്ലെ? തേനീച്ച എന്ത് ചെയ്യും? നമ്മള് കുത്തലുണ്ടല്ലേ, തേനീച്ച കുത്തിയാലും നല്ല വേദനയും ചൊറിച്ചിലൊക്കെ ഉണ്ടാവും, അല്ലെ? ഹണി ബീ എന്ന് പറഞ്ഞാല് തേനീച്ചയാണ്. തേനീച്ചക്കാണ് നമ്മൾ എന്ത് പറയാ? ബീ എന്ന് പറയാം. ഈ തേനീച്ച എവിടെയാണ് ഉണ്ടാവുക? പൂക്കളിലൊക്കെ തേൻ കുടിക്കാൻ വന്നിട്ട് അത് തേൻ ശേഖരിച്ച് കണ്ടില്ല നിങ്ങൾ ചില സ്ഥലം ഇതിലൊക്കെ കാണാം, മരത്തുമ്മലൊക്കെ തേനീച്ച ഒന്നായിട്ട് ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന കാണല്ലേ. അതെന്ത് ചെയ്യാ? ഈ പൂക്കളിൽ നിന്നൊക്കെ കൊണ്ടുപോയ തേൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ശേഖരിച്ച് വെക്കുക ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? അത് നമ്മളൊക്കെ എടുത്ത് നമ്മൾ കളക്ട് ചെയ്ത് ശേഖരിക്കും. അപ്പൊ വി ഗെറ്റ് ഹണി ഫ്രം ഹണി ബി. തേൻ തരുന്ന ഒരു ഇൻസെക്ട്സ് ആണ് തേനീച്ച. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഈ ഇൻസെക്ട്സിനൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇനി അടുത്തൊരു അപ്പൊ തേനീച്ചനെ നമ്മൾ പഠിച്ചിട്ട ബി എന്ന് പറഞ്ഞാല് തേനീച്ച. നെക്സ്റ്റ് ഇൻസെക്ട്സ് ആണ് ഡ്രാഗൺ ഫ്ലൈ. ബട്ടർഫ്ലൈന്റെ മാതിരി, പക്ഷെ അത്രയൊന്നും ചിറകുകൾ ഉണ്ടാവില്ല, നീണ്ടിട്ട് ചിത്രത്തിൽ കാണുന്നുണ്ട് നിങ്ങളല്ലേ. രണ്ട് ഭാഗത്തേക്കും കുറച്ച് ചിറകുകളുള്ള ഒരു ഇൻസെക്ട്സ് ആണ് എന്ത്? ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാല് തുമ്പി, അല്ലെ? നമ്മൾ കാണാം നമ്മളെ മുറ്റത്തും നമ്മളെ പറമ്പുകളിലൊക്കെ അന്തരീക്ഷത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്ന ഒരു ഇൻസെക്ട്സ് ആണ്
ഡ്രാഗൺ ഫ്ലൈ. അപ്പൊ ഇത്ര ഇൻസെക്ട്സുകളാണ് നമ്മൾ പഠിച്ചത്. ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാല് പ്രാണികൾ. ഇനിയും ഉണ്ട് കേട്ടോ, ഒരുപാട് ഇൻസെക്ട്സുകൾ ഉണ്ട്. ഇത് നമ്മളെ ബുക്കിലുള്ള കുറച്ച് ഇൻസെക്ട്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇത് നമുക്കൊന്ന് ബുക്കിൽ വായിച്ചു നോക്കാം അല്ലെ. ഓക്കെ, കോമൺ ഇൻസെക്ട്സ്. കോമൺ ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് കാണുന്ന പ്രാണികള്. ഹൗസ് ഫ്ലൈ, ആന്റ്, ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, മോസ്കിറ്റോ, ബെഡ് ബഗ്, കോക്രോച്ച്, ബീ, ഡ്രാഗൺ ഫ്ലൈ. കോമൺ ഇൻസെക്ട്സ്. ഹൗസ് ഫ്ലൈ, ഹൗസ് ഫ്ലൈ എന്ന് പറഞ്ഞാൽ ഈച്ച. ആന്റ്, ഉറുമ്പ്. ബട്ടർഫ്ലൈ, ഗ്രാസ് ഹോപ്പർ, പച്ച പുൽച്ചാടി അല്ലെ, ഇതിന്റെ കളറ് ഗ്രീൻ ആണ്. മോസ്കിറ്റോ, അതറിയാം, കൊതുകാണ് അല്ലെ. ബെഡ് ബഗ്, മൂട്ട. കോക്രോച്ച്, പാറ്റ. ബീ, പിന്നെ വന്നിട്ട് ഡ്രാഗൺ ഫ്ലൈ. ഡ്രാഗൺ ഫ്ലൈ എന്ന് പറഞ്ഞാല് തുമ്പി. അപ്പൊ ഇത്ര ഇൻസെക്ട്സ് എല്ലാവരും ബുക്കിൽ വായിച്ചു പഠിക്കുക. ഓക്കെ, ബൈ.